നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് നീ കരുതുന്ന പല ആൾക്കാരും ഇപ്പോൾ നീയായിട്ട് ഒരു കണക്ഷൻ വെക്കാത്ത ആൾക്കാരായിരിക്കാം. സോ അവരോട് നീ തിരിച്ച് പ്രതികരിക്കരുത്. എല്ലാം നീ മൈൻഡിൽ ഓക്കെ ആക്കിയിട്ട് വരണം. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നല്ലോ. അതിനകത്തേക്ക് ഇപ്പോൾ വളരെയധികം ഗെയിം പ്ലാനോട് പോയി 100 days നിൽക്കും, കപ്പടിച്ചിട്ട് ഒരു 100 days നിൽക്കും എന്നൊക്കെ പറഞ്ഞ് പോയി. പക്ഷേ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കിളി പോയി. കാരണം ടു ഡിഫിക്കൽട്ട് അതിനെ നിൽക്കാതെ വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ എവിക്ഷൻ കണ്ടാൽ മനസ്സിലായി. ഞാൻ ഇപ്പോഴും സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇറങ്ങി വന്ന ഒരാളാണ്. കാരണം എനിക്ക് മതിയായിട്ട് ഇറങ്ങി വന്ന ഒരാൾ. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. 4 ശേഷം 5 6 ശേഷം എനിക്ക് അതിന് 5 6 എനിക്ക് ഓക്കെ, ദാറ്റ്സ് ഓക്കെ സീസൺ. പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടി ഇഷ്ടം തോന്നിയ സീസൺ ഈ 7 ആണെന്ന് തോന്നുന്നത്. ബിഗ് ബോസ് ഇത് കാണുന്നെങ്കിൽ ദയവായി അദ്ദേഹത്തിന് ഇത്തവണ പുറത്താക്കണം. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പുറത്ത് പോകണമെന്ന്. കാരണം നമുക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഞങ്ങൾ ആ സീസണും അപേക്ഷിച്ച് നോക്കാൻ നമ്മൾ പുറത്ത് വന്ന സമയത്ത് പല ആൾക്കാരെ പേര് പറയുന്നില്ല, അവർ തന്നെയാണ് ആ ഗെയിംസിനെ പേഴ്സണലി വെച്ചിട്ട് കണ്ടത്. ഇപ്പോഴും മിണ്ടാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴും തമ്മിൽ മിണ്ടാത്ത ആൾക്കാരുണ്ട്. റെയിൽവേ സ്റ്റേഷൻ വെച്ച സംഭവം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ട് ബിബിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാം പോകുന്ന ഈ സമയത്ത് ലഗേജോട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് 3 പയ്യന്മാരോട് നിൽപ്പുണ്ട്. അപ്പം ഇപ്പോൾ ഞങ്ങൾ ആ സീസണും അപേക്ഷിച്ച് നോക്കാൻ നമ്മൾ പുറത്ത് വന്ന സമയത്ത് പല ആൾക്കാരെ പേര് പറയുന്നില്ല, അവർ തന്നെയാണ് ആ ഗെയിംസിനെ പേഴ്സണലി വെച്ചിട്ട് കണ്ടത്. ഇപ്പോഴും മിണ്ടാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴും തമ്മിൽ മിണ്ടാത്ത ആൾക്കാരുണ്ട്. കോമഡി ഞാൻ പറയുന്നുണ്ട്, ഇത് ആരോടും പറയരുതേ. അവർ പറയുന്ന ആരും അറിയില്ല. അത് ട്രോളൊന്നുണ്ട്, നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, 3.5 കോടി ജനങ്ങൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അത് ഏവരും കാത്തിരുന്നത് പോലെ ബിഗ് ബോസിന്റെ പുതിയൊരു സീസൺ തുടങ്ങി ഏകദേശം പകുതിയാകാറായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 7 സീസൺ ആയിട്ട് പോലും ഓരോ സീസണിലും വന്ന മത്സരാർത്ഥികൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അതിൽ എല്ലാവരും ഓർത്തു വെക്കുന്ന ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ 4. വന്നവരും പോയവരും അഴിഞ്ഞാടിയൊരു സീസൺ. ബിഗ് ബോസ് സീസൺ 4ലെ മത്സരാർത്ഥിയും അതിലുപരി മജീഷ്യനും മെന്റലിസ്റ്റുമായ അശ്വിൻ വിജയാണ് ഇന്ന് ഫസ്റ്റ് ഷോയോടൊപ്പം നമ്മുടെ ചിറ്റ്ചാറ്റിന്റെ ആദ്യ ഗസ്റ്റായി എത്തിയിരിക്കുന്നത്. അശ്വിൻ, വെൽക്കം ടു ദ ഷോ. വെൽക്കം. അടിപൊളി. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല അടിപൊളി ഒരു വെൽക്കാണ് കിട്ടിയത് കേട്ടോ. അഴിഞ്ഞാടിയ സീസൺ. താങ്ക് യു സോ മച്ച്. ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ആയിരുന്നു അതിൽ വന്നിട്ടുള്ളത്. നമുക്കിപ്പം ഒന്നിന് മുകളിൽ ഒന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇതാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ടസ്റ്റന്റ് ബെസ്റ്റ്, ഞാൻ ബെസ്റ്റ് അല്ലായിരുന്നു. ഇപ്പോഴും ആൾക്കാരെ ചീത്ത വിളിക്കും ഞാൻ നല്ല ബെസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അശ്വിൻ, എങ്ങനെ പോകുന്നു ആഫ്റ്റർ ബിഗ് ബോസ്? അടിപൊളിയായിട്ട് പോകുന്നു. സൂപ്പർ. നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ബിഗ് ബോസ് കാരണമാണല്ലോ. അതെ. സൂപ്പർ. അശ്വിൻ, എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയ ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ലൈഫിൽ കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഫോർ ലാൽ സാർ, അദ്ദേഹമായിട്ടുള്ള ഏറ്റവും നല്ല കുറച്ച് മൊമെന്റ്സ്. പിന്നെ ഞാൻ എല്ലാവരും ചോദിക്കണേ പറയും, ബിഗ് ബോസ് നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ട്, ഉറപ്പായിട്ടും പോകണം. വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെ കൊണ്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റും. ആ രീതിയാണ്. കാരണം അത്രയും മെന്റൽ ഗെയിമാണ്, ഫ്രസ്ട്രേഷൻ ആണ്. കുറേ ഇങ്ങനെയും മനുഷ്യരുണ്ടെന്ന് തോന്നിപ്പോകും. അശ്വിനെ എന്തായിരിക്കും ബിഗ് ബോസ് പഠിപ്പിച്ചതോ? കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു. ഒന്ന്, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും കുറെ മനുഷ്യരുണ്ടല്ലോ എന്ന് പഠിപ്പിച്ചു ലോകത്ത്. മനസ്സിലായി, ആരെ നമ്മൾ വിശ്വസിക്കാനുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ കൂടേക്ക്. കാരണം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് എവിക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ആദ്യം കണ്ട എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് എന്നെ ആരൊക്കെ നോമിനേറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. അത് ഏറ്റവും ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ. കാരണം എന്നെ മോനെ അനിയെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഏറ്റവും നോമിനേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ നോമിനേറ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് എന്നെ അവരായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ടാർഗറ്റ് ചെയ്തില്ല ലക്ഷ്മിപ്രിയ ആയിരുന്നു. പക്ഷേ എല്ലാ ആഴ്ചയിലും അവരായിരിക്കും എന്നെ നോമിനേറ്റ്. പക്ഷേ ഞാൻ എപ്പിസോഡ് സമയത്ത് അവരെന്നെ ഒരു ആഴ്ചയിലെ പോലെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കാത്ത ആൾക്കാരാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി ഏറ്റവും വലിയ പാഠം നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല, നമ്മുടെ റിയലി കാണുന്ന ഫേസ് അല്ല യഥാർത്ഥമുള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ ബിഗ് ബോസ് കണ്ടിട്ട് പലരും പല മത്സരാർത്ഥികളെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളിക്കാമായിരുന്നു, അങ്ങനെ കളിക്കാമായിരുന്നു, അവർ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ സത്യത്തിൽ ഈ പുറത്തു നിന്ന് കാണുന്നത് പോലെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ലാൽ സാർ എല്ലാ വീക്കിലും എവിക്ഷൻ വരുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. കാരണം ഈ പറഞ്ഞ ഞാൻ പോലും അതിനകത്തേക്ക് ഇപ്പോൾ വളരെയധികം ഗെയിം പ്ലാനോട് പോയി 100 days നിൽക്കും, കപ്പടിച്ചിട്ട് ഒരു 100 days നിൽക്കും എന്നൊക്കെ പറഞ്ഞ പോയി. പക്ഷേ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കിളി പോയി. കാരണം ഫസ്റ്റ് തിങ്, നമുക്ക് നമ്മുടെ ഈ ഒരു ലോകമുണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ഫോൺ, അതാണ് ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മയെക്കാട്ടി ഇപ്പോൾ എല്ലാ ആൾക്കാരും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. അതില്ലാത്ത മൊബൈൽ ഫോണാണ്, അതില്ല. ഓക്കെ, അത് പ്രശ്നമല്ല. രണ്ടാമത്തെ ഭക്ഷണം, മൂന്നാമത്തെ ഉറക്കം,
നാലാമത്തെ കാര്യം, നമ്മുടെ ഒന്ന് സംസാരിക്കാൻ പോലും ഒരു മനുഷ്യരില്ല. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളെ എൻ്റെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് എൻ്റെ കൂടെ ഒരു ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റ് ആണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ എൻ്റെ ഇമോഷൻസ് എല്ലാം പറയും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സങ്കടങ്ങൾ പറയുന്ന ഒരാളായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ അത് വെച്ചിട്ട് എങ്ങനെ എൻ്റെ ഏതാണോ വീക്ക് പോയിന്റ് അത് കണ്ടെത്താൻ വേണ്ടി നോക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് അതിനെ നിൽക്കാതെ നിങ്ങൾക്ക് എൻ്റെ എവിക്ഷൻ കണ്ടാൽ മനസ്സിലായി, ഞാൻ ഇപ്പോഴും സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇറങ്ങി വന്ന ഒരാളാണ്. കാരണം എനിക്ക് മതിയായിട്ട് ഇറങ്ങി വന്ന ഒരാൾ. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, അല്ലെങ്കിൽ അങ്ങനത്തെ പോലെയല്ല. ഞാൻ അതിനകത്ത് പോയി ലാൽ സാറിനെ കാണാൻ സംസാരിക്കാം, പിന്നെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ബാത്റൂം കഴിപ്പിക്കുക, അതൊക്കെ എനിക്കൊരു സന്തോഷമായിരുന്നു. നോക്കുമ്പോൾ രാവിലെ വയ്ക്കുമ്പോഴത്തേക്കും തന്നെ ചിച്ചിയില്ല ക്യൂടെക്സ് എന്നിട്ട് നേരെ വന്ന് കക്കൂസിന്റെ ക്ലോസറ്റ് കഴിയും. ഞാൻ രാവിലെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് സുയിത്രേശ് വരും. സുയിത്രേശ് നേരെ അത് മേക്കപ്പ് വെച്ചത് റെഡി ആയിട്ട് നേരെ വന്നിട്ട് ഇത് കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു രസം അല്ല ഔട്ട് ദാറ്റ്. അപ്പോൾ അത് ഒരു എപ്പിസോഡിൽ നമ്മുടെ ആരാ അഖിലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അശ്വിൻ ഇവിടെ വന്നത് തന്നെ ഇതൊക്കെ കാണും. കാരണം എല്ലാ ആഴ്ച തന്നെ വഴക്കുറത് അപ്പുറത്തെ വീട്ടിലെ രവിചേട്ടനാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് ലാലേട്ടൻ വഴക്കുറയുന്നു. വീട്ടിൽ എ സി ഇല്ലാതെ അതെ തീർച്ചയായിട്ടും. ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഈ സിനിമയിൽ കാണുന്ന നടീ നടന്മാർ അവരൊക്കെ വന്നിട്ട് അവരെ നോക്കിയപ്പോൾ ഞാനന്ന് ബാത്റൂം ടീമിന്റെ ക്യാപ്റ്റൻ എന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ തറങ്ങി ഇരിക്കുന്നു. ഞാൻ നവീൻചേട്ട തറ നവീൻചേട്ടൻ തുടയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു എന്തോ ഒരു സന്തോഷം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ അതിനകത്ത് ഏറ്റവും എൻജോയ് ചെയ്ത സാധനങ്ങൾ. ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും കാണും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ സീസൺ? നല്ലൊരു സീസൺ. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി 4-ന് ശേഷം 5-ഉം 6-നും ശേഷം എനിക്ക് 5-ഉം 6-ഉം എനിക്ക് ഓക്കെ ദാറ്റ്സ് ഓക്കെ സീസൺ. പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടി ഇഷ്ടം തോന്നിയ സീസൺ ഈ 7 ആണെന്ന് തോന്നുന്നു. എന്താ അതിലൊരു പ്രത്യേകത വെച്ചാൽ കണ്ടസ്റ്റൻസ് എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ സെറ്റ് നമ്മുടെ ഓൺ സെറ്റാണ്. ഇപ്പം നമ്മുടെ ബിഗ് ബോസിന്റെ മലയാളത്തിന് ഓൺ സെറ്റ് കിട്ടിയിട്ടുണ്ട്. ആ സെറ്റ് ബേസ് അടിപൊളിയാണ്. പിന്നെ ലാലേട്ടനാണ് ഇത്തവണത്തെ ഏറ്റവും സൂപ്പർ കണ്ടസ്റ്റൻസ് അല്ലെ, ഏറ്റവും അധികം കപ്പ് കൊണ്ട് അർഹനം തോന്നുന്നത് തീർച്ചയായിട്ടും ലാലേട്ടൻ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു എനർജി ആയാലും പഴയ സീസൺ അപേക്ഷിക്കണം അദ്ദേഹം നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുമായിട്ടൊക്കെ ഒരുപാട് തുറന്നു പറയുന്ന കാര്യങ്ങൾ. പിന്നെ കണ്ടസ്റ്റൻസ് എല്ലാം സൂപ്പറാണ് എനിക്ക് തോന്നുന്നുണ്ട്. അവരാരും മോശമല്ല, എല്ലാവരും ഗെയിം പഠിച്ചു വന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സീസൺ 4-ന് ശേഷമാണ് ഈ ലൈവ് എന്ന് പറഞ്ഞ സംഭവം വന്നത്. അതെ, ഞങ്ങളുടെ സീസൺ വരെ ലൈവ് ഇല്ലായിരുന്നു. അപ്പം ഈ 4-ന് ശേഷം വരുന്ന എല്ലാ കണ്ടസ്റ്റൻസും ലൈവ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അറിയാം എങ്ങനെ നിൽക്കണം, എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം, എല്ലാം നല്ലപോലെ അറിയാം. അപ്പോൾ അവിടെ ഇപ്പൊ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അശ്വിന് അത് ആൻസർ യെസ് ആണെങ്കിൽ ഇതിൽ 2 ഇമോജി കൊടുത്തിട്ടുണ്ട്. തംസ് അപ്പ് ചെയ്യുക യെസ് ആണെങ്കിൽ, നോ ആണെങ്കിൽ തംസ് ഡൗൺ ചെയ്യുക. അപ്പൊ ഇത് രണ്ടും ഇല്ലെങ്കിലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബിഗ് ബോസിൽ പോകേണ്ടിയിരുന്നില്ല എന്ന് അശ്വിന് തോന്നിയിട്ടുണ്ട്? നോ. 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 എന്താ? എനിക്ക് പോകണമെന്ന് എന്നെ വിളിച്ചു. ഞാൻ ഫസ്റ്റ് പോകില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും രണ്ടാമത് ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി തീർച്ചയായും. കാരണം അന്ന് പോയിരുന്നോണ്ട് മാത്രമല്ല, ഇന്ന് ഒരുപാട് നെഗറ്റീവ് കേട്ടെങ്കിൽ പോലും ഇന്ന് ഇത്രയും എനിക്കൊരു ആൾക്കാരെ ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ പല സമയത്തും നോക്കുമ്പോൾ കാണുന്നതാണ്, ഇത്തവണത്തെ ബിഗ് ബോസിലെല്ലാം ഉള്ളതെല്ലാം വേർസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ്, കൊള്ളില്ല എന്നൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. അശ്വിൻ അതിനോട് യോജിക്കുന്നുണ്ടോ? നോ. 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 എന്താ അശ്വിന് ഫീൽ ചെയ്തേ? നല്ല കണ്ടസ്റ്റൻസ് ആണ്. അവർക്ക് എന്താ ഒരു കുഴപ്പം? ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും ഗെയിം അറിയുന്ന ആൾക്കാരാണ്, എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതിൽ എന്ത് യോഗ്യത നമുക്ക് പറയാൻ പറ്റില്ല കൊള്ളില്ല എന്ന്? ഇപ്പം നിങ്ങളുടെ പേരുന്നായിരുന്നു അതിലൊക്കെ അതുല്യയുടെ കൺസെപ്റ്റിലോ ഇഷ്ടങ്ങളല്ല എൻ്റെ ഇഷ്ടങ്ങളാണ് അല്ലേ? പലർക്കും പല ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൺസെപ്റ്റിലുള്ള ആൾക്കാരാണ് ബി മെറ്റീരിയൽസ് തന്നെയാണ് ഇത്തവണ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട്, ആരും കളിക്കാതിരിക്കുന്ന ആൾക്കാരും എല്ലാവരും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. എനിക്കത് കുറച്ചെങ്കിലും ഒന്ന് തോന്നിയത് ഇപ്പൊ സാബുമാൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ കേട്ടില്ല, എനിക്കതൊരു പാവം തോന്നി. കാരണം അദ്ദേഹം അതിനെ പറ്റിയൊരു മെറ്റീരിയൽ അല്ല. അപ്പൊ ഇന്നലെ ഭയങ്കര ജെന്യൂൻ. കാരണം എനിക്ക് ഞാൻ ഈശ്വര ഇവരെന്തിനാണ് അതിനകത്ത് പോയത്? കാരണം എനിക്കറിയാം അതിനകത്തുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന്. അപ്പം പുള്ളി അതും വൈൽഡ് കാർഡായിട്ടാണ് കയറിയത്. എന്നിട്ടും ഞാൻ വെച്ചാൽ അദ്ദേഹം ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല. അതും പോട്ടെ, ഇന്നലെ ആ ഒരു ടാസ്കിൽ ആ മാസ്ക് വെച്ചിരിക്കുമ്പോ എനിക്ക് ആ മാസ്ക് അതെ ആ നെവിൻ എടുത്ത സമയത്താണ് ആ വേർത്ത മുഖം, അദ്ദേഹം അതിനെ പോലും ഒന്ന് സംസാരിക്കുന്ന ഗ്രേറ്റ്. ഞാൻ പറഞ്ഞ ബിഗ് ബോസ് ഇത് കാണുന്നത് ദയവായി അദ്ദേഹത്തിന് ഇത്തവണ പുറത്താക്കണം. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പുറത്തു പോകണമെന്ന്. കാരണം നമുക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോ ഇപ്പോഴത്തെ ഈ സീസണില് അശ്വിനെ ആരെയാ ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നു? പറയില്ല. ഇല്ല, അത് നമുക്ക് എല്ലാവരും ഇഷ്ടം തന്നെയാണ്. അങ്ങനെ നമുക്ക് ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് PR അറിയാലോ, നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ആണ്, അവർക്ക് PR വർക്ക് ചെയ്തെന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്.
ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇത്തവണത്തെ പല മത്സരാർത്ഥികളും ഗെയിമായിട്ട് കാണുന്നില്ല, പേഴ്സണലായിട്ട് എടുക്കുന്നു എന്ന് ഒരു സംസാരമുണ്ട്. ശരി. അശ്വിൻ അതിനോട് യോജിക്കുന്നുണ്ടോ? ഗെയിം പേഴ്സണലായിട്ട് എടുക്കുന്നു അത് അവരോട് ചോദിച്ചാൽ മാത്രമല്ലേ പറയാൻ പറ്റൂ, എനിക്കറിയില്ല. അശ്വിന് തോന്നുന്നു ഇത്തവണത്തെ ഈ ഗെയിംസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അവര് പല ഗെയിംസും ഇതിന് എസ് ഓർ നോ ആൻസർ ചെയ്ത് അല്ലാതെ ഉത്തരം പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. ഓക്കെ, അതായത് ഇപ്പൊ പേഴ്സണലി എടുക്കുന്നത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അത് നമുക്ക് പുറത്ത് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ സീസണും അപേക്ഷിച്ച് നോക്കാൻ നമ്മൾ പുറത്ത് വന്ന സമയത്ത് പല ആൾക്കാരെ പേര് പറയുന്നില്ല, അവർ തന്നെയാണ് ആ ഗെയിംസിനെ പേഴ്സണലി വെച്ചിട്ട് കണ്ടിട്ട് ഇപ്പോഴും മിണ്ടാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴും തമ്മിൽ മിണ്ടാത്ത ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഒരു അസോസിയേഷൻ ഉണ്ട്, അസോസിയേഷൻ ഓഫ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1 to 6 വരെയുള്ള എല്ലാ സീസണിലെയും കണ്ടസ്റ്റൻസ് ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾ 22-ാം തീയതി വണ്ടർല ട്രിപ്പാണ് അവരുടെ. യെസ്, അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞു, ഒരു വയനാട് ട്രിപ്പ് പോയി, ഇനി 22-ാം തീയതി നമ്മുടെ വണ്ടർല ട്രിപ്പാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോഴും പേഴ്സണലി മിണ്ടാത്ത ആൾക്കാരുണ്ട്. തമ്മിൽ ഫോർത്ത് സീസണിലുള്ള ആൾക്കാരും ഉണ്ട് തമ്മിൽ മിണ്ടാത്ത. യെസ്, തമ്മിൽ മിണ്ടാത്തതും സംസാരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ഗെയിമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, കാണാത്തവരുണ്ട്. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അങ്ങനെ തോന്നുന്നില്ല പേഴ്സണലിന്റെ. പിന്നെ അവർ പുറത്തിറങ്ങാൻ പറയും ഇങ്ങനെ കാണുന്നുള്ളത്. അശ്വിൻ ബിഗ് ബോസിലൂടെയാണല്ലോ അശ്വിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്. അപ്പം പുറത്തിറങ്ങിയതിന് ശേഷം അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും നല്ല അടുപ്പത്തിലായിരുന്നവർ ഒരു അകൽച്ച കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതായത് ആക്ച്വലി എന്താണ് യഥാർത്ഥ സുഹൃത്ത്? നമ്മളെ ലാൽ സാർ പറഞ്ഞ പോലെ ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നതിനായിരിക്കണം സുഹൃത്ത് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സമയത്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് എന്നോട് നല്ലതായിട്ട് വിളിച്ചിരുന്നതും സംസാരിച്ചതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനല്ല ഞാൻ പറയുന്നത്, അല്ലാതെ നല്ല രീതിയിൽ തന്നെ കോൺടാക്റ്റ് ഉള്ള ആൾക്കാരും. അതായത് ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഗ്രൂപ്പ്, എൻ്റെ ഒരു ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ ചേർത്തിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് പുറത്തിറങ്ങിയും ഇത് നമുക്കറിയില്ല എന്തെങ്കിലും സംഭവിക്കുന്നത്. പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം എൻ്റെ കോളെല്ലാം ഫോർവേഡ് ചെയ്ത് അനന്തു എന്ന് പറഞ്ഞ കൂട്ടുകാരാണ് എൻ്റെ കോൾസ് എല്ലാം ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് നിതിൻ ചേട്ടനും പിന്നെ ശ്രീറാം എന്ന് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ അനന്തുവിന് ആദ്യം കോൾ ചെയ്തു. അപ്പോൾ എവിക്റ്റ് ആയിരുന്നു. അപ്പം അപ്പോൾ അനന്തു എന്നെ പറഞ്ഞ് അല്ലെ നീ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ്, എനിക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളായെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞ കാര്യം, അല്ലെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നുന്നു. ഞാൻ പറയില്ല, നീ പറഞ്ഞു നീ എല്ലാം കേൾക്കാൻ ഓക്കെ ആയിട്ടാണ് പുറത്തേക്ക് വരാനായിട്ട്. രണ്ടാമത്തെ കാര്യം, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് നീ കരുതുന്ന പല ആൾക്കാരും ഇപ്പോൾ നീയായിട്ട് ഒരു കണക്ഷൻ വെക്കാത്ത ആൾക്കാരായിരിക്കാം. സോ അവരോട് നീ തിരിച്ച് പ്രതികരിക്കരുത്, എല്ലാം നീ മൈൻഡിൽ ഓക്കെ ആക്കിയിട്ട് വരണം. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ പുറത്ത് എയർപോർട്ടിൽ വന്നതിന് ശേഷം പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്തില്ല. ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരൊക്കെയാണ് നമ്മളിന്ന് അകന്നു പോയിരുന്ന ആൾക്കാർ. പിന്നെ എനിക്ക് അവരെന്നെ പറ്റി പിന്നെ പല രീതിയിലും നെഗറ്റീവ് പറയുന്നതായിട്ട് കണ്ടു. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി അവരൊക്കെ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, അതായത് അവർ വിചാരിച്ചു ആ സമയം നമുക്ക് നെഗറ്റീവായിട്ട് നമ്മൾ ഫുള്ള് ഡൗൺ ആയി പോകും എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ നമ്മൾ ദൈവസാക്ഷി ഞാൻ ആലോചിച്ചു, ഞാനിപ്പോൾ ഗേ എന്താ ലെസ്ബിയൻ എന്താ വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ ഓരോ പേഴ്സണൽ ചോയ്സ്. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ നോക്കുന്നതും ഞാനിപ്പോൾ ഗേ ആണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഞാൻ ഗേ ആണ് ഇങ്ങനെ നടക്കേണ്ട ആവശ്യം എനിക്കില്ല. സോ ഞാൻ ചെയ്തത് ഞാൻ ഗേ ആണ്, ഞാൻ പറഞ്ഞു. സെക്കൻഡ് തിങ് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ, ഞാൻ മജീഷ്യനാണ്, മെൻ്റലിസ്റ്റാണ്. ഞാൻ അത്യാവശ്യം 5147 ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ദി വേൾഡ്. സോ ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തിനും ഇവർ പറയുന്ന ആൾക്കാർ ഞാൻ കേട്ടിടണം, അല്ലേ? അതെ, അതുകൊണ്ട് അവർ നോക്കിയ സമയത്ത് ഞാൻ ഷോ ചെയ്യുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു, പല റിയാലിറ്റി ഷോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഷോയിൽ ഞാൻ ആങ്കറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യം വരുന്നുണ്ട്, ഫിലിം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവർ നോക്കിയപ്പം അവരെന്തായാലും തടരില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഞാനായിട്ട് ഇപ്പോൾ അവരെ പയ്യെ ഞാൻ മാറ്റി നിർത്തുന്നത്. I don't care about that. അശ്വിൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അശ്വിൻ എപ്പോഴെങ്കിലും ഇപ്പോ ചെറുപ്പകാലത്തോ എപ്പോഴെങ്കിലും പെൺകുട്ടികളോട് എന്തെങ്കിലും അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടോ? നോ, ഇല്ല, ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവം. കാരണം ഞാൻ കുട്ടിക്കാലത്ത് ആലോചിച്ചു എനിക്ക് എന്തെങ്കിലും അസുഖമാണോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കമന്റ് വരാൻ ഏറ്റവും വലിയ കമന്റ് അവൻ അസുഖമാണെന്ന് ഇപ്പോൾ പറയുന്നത് കമന്റതായിരിക്കും. അവൻ മാനസിക രോഗമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ എനിക്ക് അങ്ങനത്തെ ഞാൻ ഇത് പണ്ട് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം എനിക്കൊരു അട്രാക്ഷൻ തോന്നാറില്ല, എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ എന്നെ മുന്നിൽ ഒരു സ്ത്രീ വന്നിട്ട് ഇപ്പം ഇത് നിർത്തിയിട്ടത് കേട്ടോ, അല്ല ഞാൻ പറഞ്ഞു ഇപ്പം ഒരു സ്ത്രീ നമ്മളോട് അങ്ങനെ ഇങ്ങോട്ടൊരു താല്പര്യം കാണിച്ചപ്പോൾ നമുക്ക് അങ്ങോട്ടൊരു രീതിയിലും എനിക്കൊരു വെറുപ്പ് തോന്നാറ്. കാരണം വെച്ചാൽ അവരെന്നോട് അങ്ങനെ ഒരു ബിഹേവിയർ ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാളടുത്ത്, ഇപ്പം ഒരു ആണും പെണ്ണുമായിട്ട് ജീവിക്കുന്ന ഒരു ആൾക്കാരുടെ അടുത്ത് ആ ഒരു പുരുഷൻ്റെ അടുത്ത് വേറൊരു പുരുഷൻ വന്ന് അവർക്ക് താല്പര്യം കാണിച്ചാൽ അദ്ദേഹത്തിന് എന്താ ദേഷ്യം വരും. അതുപോലെയാണ് എനിക്കും അതായത് ഞാനൊരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണ്. അറ്റ് എ ടൈം എൻ്റെ അടുത്തൊരു പെൺകുട്ടി ഒന്ന് അങ്ങനെ കാണിച്ചാൽ എനിക്ക് ദേഷ്യം വരും തീർച്ചയായിട്ടും. പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ അവരെ ചവിട്ടി ആട്ടി കളയാറുന്നില്ല. പക്ഷേ എനിക്ക് ദേഷ്യം വരാറില്ല. ഞാൻ അവരോട് പറയും
എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഞാൻ ഈ ബിഗ് ബോസ് പോകുന്നതിന് മുൻപൊക്കെ എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങോട്ട് എനിക്ക് കുറച്ച് ഇത് പ്രണാഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇങ്ങനെ കുറച്ച് ചാറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറയാം, ആദ്യം എന്താ തോന്നി? എനിക്ക് തോന്നാറില്ല, കാരണം അവർ ഓൾറെഡി പറയുമല്ലോ. പിന്നെ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അവർ ഓൾറെഡി ഞെട്ടി, പിന്നെ ഒന്നും മിണ്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ എപ്പോഴാ തിരിച്ചറിയുന്നത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് സ്വയമായിട്ട് അതെ. പക്ഷെ ഇതാണെന്ന് അന്നൊന്നും ഈ LGBTQ എന്താണെന്നോ ഗേ എന്താണെന്നോ ഇതൊന്നും ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോഴത്തേക്കും എനിക്കറിയാം സംഭവം. എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുള്ള കാര്യം മാത്രം എനിക്കറിയാം. അപ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ +1 കഴിഞ്ഞ സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇൻ്റർവ്യൂവിൽ, ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഒരു ബിനു എന്നും പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിയുടെ പേര് ബിനു എന്നും പറഞ്ഞിട്ട് കള്ളർ ആ സൈഡ് എവിടെയാണ് വീട്. പുള്ളിക്കാരൻ ഞാൻ ചാറ്റ് ചെയ്യണം കേട്ടോ, ഭയങ്കരമായിട്ട് ചാറ്റ് ചെയ്യുന്നത്. ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരുടെ പറഞ്ഞു, ചേട്ടൻ എനിക്കൊരു കാര്യം പറയണ്ട. പക്ഷെ അത് ഞാൻ ആണിൻ്റെ ഐഡിയ തന്നെയാണ്, പക്ഷേ എൻ്റെ ഫോട്ടോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ നല്ല ഫ്രണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ ഗേൾസിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ്. എനിക്കങ്ങനത്തെ ആ പുള്ളിയാണ് ഇങ്ങനെ കുറേ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയത്. അശ്വിൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാം. പുള്ളിക്കാരി പിന്നെ എൻ്റെ ഫേസ് ഞാൻ റിവീൽ ചെയ്തു. പിന്നെ പുള്ളിക്കാരി കോൺടാക്ട് ഇല്ല എവിടെ പോയി. പക്ഷേ ഞാൻ പുള്ളിയാണ് എനിക്ക് ആദ്യം ഒരു സാധനം തന്നത് എൻ്റെ മനസ്സിലേക്ക്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇതൊരു അസുഖമല്ലാന്നും. പിന്നെയാണ് ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണെന്ന്, LGBTQ എങ്ങനെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് എന്തോരം മനുഷ്യർ ഈ ഭൂമിയിലുള്ളതെന്ന്. അത് സ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ എന്തോരം ആൾക്കാരുള്ളത്. ഇപ്പം ഞാനൊക്കെ ഈ കമ്മൗട്ടായി വരുന്ന സമയത്ത് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് അത്രയും നേരിടുന്ന പ്രശ്നമില്ല, കാരണം ഇപ്പൊ കുറച്ചുകൂടി നോർമലായി. അതെ. ഇപ്പൊ ഗേ, ഓക്കെ, ഗേ, ലെസ്ബിയൻ, ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, അത്രയായി. അല്ലാതെ പണ്ട് ഞങ്ങൾക്ക് ഇവ മറ്റേ കേസാണ്, അവൻ്റെ അടുത്ത് പോരാ, അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി. റെയിൽവേ സ്റ്റേഷൻ വെച്ച സംഭവം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ട് ബിബിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാം പോകുന്ന ഈ സമയത്ത് ലഗേജോട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് 3 പയ്യന്മാരോട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ 2 പയ്യന്മാരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചേട്ടാന്ന് പറഞ്ഞ സുഖമല്ലെന്ന് വെച്ചിട്ട് എന്നെ സെൽഫി എടുത്തു. അപ്പോൾ ഒരു പയ്യനെ മാറിയിപ്പുണ്ട്. ഞാൻ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ 2 പേരുടെ സെൽഫിയൊക്കെ എടുത്തിട്ട് പോയിട്ട് ഞാനപ്പോൾ ഇവിടെ ട്രെയിൻ നോക്കിക്കുകയാണ്. ഇവൻ പോയിട്ട് മാറുന്ന പയ്യൻ പറയാണ് പുള്ളി മറ്റേ കേസാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, പുള്ളി മറ്റേ കേസാണെന്ന് പറഞ്ഞു. ഞാൻ ആ ലഗേജ് എടുത്ത് നേരിട്ട് എന്താ ബ്രോ പറഞ്ഞെന്ന് ചോദിച്ചു. ഇങ്ങനെ എന്താ ബ്രോ പറഞ്ഞ അപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ നീ പറയാൻ പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടു നീ മറ്റേ കേസ്, എന്താ ഇത് മറ്റേ കേസ് എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചു, എന്താ നീ മറ്റേ കേസ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മോനെ മാന്യമായിട്ട് സംസാരിക്കണം. അവരോട് പറഞ്ഞു മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ അവിടെ ഒരു ലേഡി പോലീസ് പുള്ളിക്കാരി ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം സഹിച്ച് അവർക്ക് എന്നെ അറിയാം, ബിഗ് ബോസ് കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വെച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാം ഈ പുള്ളിക്കാരൻ എന്നെ മറ്റേ കേസ് എന്ന് ചോദിച്ചു. വിളിച്ചു എന്താ ചോദിക്കും, മറ്റേ കേസ് എന്ന് ചോദിച്ചു. എന്താ മറ്റേ കേസ് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് എന്താ കാര്യം എന്ന് വെച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാം പ്രശ്നത്തിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇനി ആരെയും നമ്മളെ ഇപ്പോൾ ഒരാൾ ഗേ ആയിക്കോട്ടെ ലെസ്ബിയൻ ആയിക്കോട്ടെ നിൻ്റെ വീട്ടിലായിരിക്കും അങ്ങനത്തെ ഒരാൾ വരുന്നത്, അപ്പോൾ നീ ഇങ്ങനെ വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം മാത്രമേ കുറച്ച് ഞാൻ കേൾക്കുന്ന രീതിയിൽ പറയുന്നത്. ബാക്കി ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ പറയട്ടെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ടെന്ന് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിക്കാൻ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് മെസ്സേജ് ഇഷ്ടം പോലെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ തുറന്നേക്ക് തെരുവിലുണ്ടാവും. ഞാനത് ശ്രദ്ധിക്കാറില്ല. കാരണം സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടല്ലേ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കട്ടെ, അപ്പം പറയാം, അത്രേ ഉള്ളൂ. ഇപ്പം അശ്വിൻ പറഞ്ഞല്ലോ LGBT കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും പലരും പറയാറുണ്ട് അവരോട് കൂട്ടുകൂടാൻ പാടില്ല, വേർതിരിച്ച് നിർത്തുന്നവരുണ്ട്. അവരോട് എന്താ പറയാനുള്ള അശ്വിന്? എനിക്ക് അവരോടൊന്നും പറയാനില്ല. അതായത് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാനൊരു ക്യൂർ കമ്മ്യൂണിറ്റി പേഴ്സൺ ആണ്. ഓക്കെ, ഞാനൊരു ഗേ ആണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഗേ അക്സെപ്റ്റ് ചെയ്ത ഒരാളായിരിക്കാം. സോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അടുത്തൊരാളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിച്ചേ പറ്റുമെന്ന് പറയാൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇത്തവണ ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് വന്ന സമയത്ത് എനിക്ക് അവർ ആദ്യം മറ്റേ ആദിലോടും നൂറോടും കാണിച്ചു വരും. അവർ പറഞ്ഞൊരു വീട്ടിൽ കയറ്റങ്ങളുള്ള അത് വളരെ മോശം സംഭവമാണ്. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വളരെ മോശം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇത് അവർക്ക് നോർമലൈസ് അവർക്ക് താല്പര്യമില്ല, പറ്റുന്നില്ല. ഞാൻ ആലോചിച്ചും അവർക്ക് പറ്റില്ലെങ്കിൽ വേണ്ട. അതെ, അതിൽ നമ്മൾ എന്തിനാണ് ഫോഴ്സ് ചെയ്യും? നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുമെന്ന് നമുക്ക് പറയാൻ ഒരു അവകാശമില്ല. ഇപ്പൊ അത് ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് ഗേ ആയിട്ട് ലെസ്ബിയൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യം നിങ്ങളുടെ തീരുമാനം, പക്ഷേ ചോയ്സ് ആണ്. അപ്പൊ അതിൽ എനിക്ക് നിങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് ഇങ്ങനെ എല്ലാം നമുക്ക് 377 വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെ? ലെസ്ബിയൻസിലായാലും ഗേ, നമുക്ക് ഇപ്പോൾ ലീഗലി ഇപ്പോൾ മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം നമുക്ക് ഇല്ലാതല്ലോ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് ആൾക്കാരോടും ചൂസ് ചെയ്യാം. സോ അതുകൊണ്ട് ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ പരിപാടി മാത്രം അവർ പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് വിയോജിപ്പുണ്ട്. എന്നിട്ട് ഇപ്പോൾ അവരവരുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ദാറ്റ്സ് ഗുഡ്. എനിക്ക് ഒരിക്കലും ഞാനൊരു കുറ്റം പറയില്ല. കാരണം അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് അവരുടെ സ്റ്റാൻഡ് അതാണ്. അതായത് LGBTQ അക്സെപ്റ്റ് അവർക്ക് പറ്റില്ല. സോ ഓക്കെ,
അവർക്ക് അവർ ഗെയിം കളിക്കട്ടെ, ബാക്കി അത് മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഇപ്പൊ അശ്വിന് എന്തെങ്കിലും ഇതുപോലെയുള്ള കുത്തുവാക്കുകളോ എന്തെങ്കിലും ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ മറ്റ് കണ്ടസ്റ്റൻസിൽ നിന്നും? ഈ വിഷയം വെച്ചിട്ടാണ് അതെ അതെ ഇല്ല അതെ. ഞങ്ങളെ സീസണിൽ അങ്ങനെ ആരും അങ്ങനത്തെ ഇല്ല. കാരണം അശ്വിൻ ബിഗ് ഹോമോഫോബിക് ബോസിലൂടെയാണ് ആൾക്കാരായിട്ടില്ല. ഇത് അതെ അതെ അതെ. വെളിപ്പെടുത്തുന്നത്. അത് അതിൽ ഏറ്റവും വലിയ എൻ്റെ മറക്കാത്തൊരു സംഭവമാണ് കേട്ടോ. ആക്ച്വലി ഞാനത് പറയുന്ന സമയത്ത് അറിയാലോ, ആദ്യം ഞങ്ങൾ സംസാരിക്കുന്നത് അപർണയ്ക്കാണ് ഡൗട്ട്. അതെ, അപർണയ്ക്കാണ് ആദ്യം ഡൗട്ട് അടിക്കുന്നത്. അപർണ എന്നോട് രാവിലെ ഇരിക്കുന്നത്, അശ്വിൻ എനിക്കൊരു കാര്യം സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താണ് ചേച്ചി, അറിയൂ ഗേ ഓർ ബൈ? ഞാൻ പറഞ്ഞ് മിണ്ടര്, ഞാനിത് പറയുന്നത് പോയ ഒരാളെ അല്ല ബിബിത്. ബിഗ് ബോസിൽ അവിടെ പോയപ്പോ അവരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ലായിരുന്നു, ഒരൊറ്റ മനുഷ്യനും അറിയില്ലായിരുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് മാത്രം അറിയാം ഞാൻ ഗേ ആണെന്നുള്ള കാര്യം. അവരെന്നോട് പറഞ്ഞു ഈ പോകുന്ന സമയത്ത് കാറിൽ എയർപോർട്ടിൽ പോകണമെങ്കിൽ അല്ലെ നീ പറയുന്നത് ഒരു കാരണവശാലും ഇത് പറയരുത്. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറയില്ല, എനിക്കറിയാം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അപർണ മിണ്ടരെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇത് ക്ലീൻ ചെയ്ത സമയം ഞങ്ങൾ പുറത്താക്കും. അപ്പോൾ ഞങ്ങൾ മരത്തെ അവിടെ ഫ്രണ്ട് മരമുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട് മരം ഉണ്ടല്ലോ, ആ മരത്തിൻ്റെ മുകളിൽ ഞങ്ങൾ കയറുന്ന സമയത്ത് ഇങ്ങനെ കാരണം അവിടെ കുറേ ചില്ലുകൾ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും അധികം ക്യാമറയ്ക്ക് അവിടേക്ക് ഫോക്കസ് ഇട്ടില്ല. അപ്പോൾ പറഞ്ഞ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ കേൾക്കായിരിക്കും ഈ കുശി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ക്യാമറ പെട്ടെന്ന് അവിടേക്കോ ഫോക്കസ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞ് മിണ്ടരുത് പറഞ്ഞത്. എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ ഗേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു നമുക്കിത് ഇത് ജാസ്മിനോട് സംസാരിക്കാം. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ സംസാരിക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഔട്ട് പോകും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ബാൽക്കണി കയറി നിന്നിട്ട് അതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ പറയുന്നുണ്ട് ഇത് ആരോടും പറയരുതേ. അവർ പറയുന്ന ആരും അറിയില്ല. അത് ട്രോളൊന്നുണ്ട്, നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, 3.5 കോടി ജനങ്ങൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അത് അപ്പോൾ അവർക്കാർക്കും അറിയില്ലല്ലോ. അപ്പോൾ ജാസ്മിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു എനിക്ക് അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ജാസ്മിൻ പറയുന്നുണ്ട്. എന്നിട്ടാണ് അന്ന് അപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് അപ്പോൾ ഈ സാധനം കിട്ടിയല്ലോ. അപ്പോൾ ബിഗ് ബോസിന് ബാക്കി അറിയണം, ഇതിനെപ്പറ്റി അറിയണം. അപ്പോൾ ബിഗ് ബോസ് അന്ന് വൈകുന്നേരം ടാസ്കിലാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രണയത്തെ പറ്റി പറയുക. അതായത് ഫസ്റ്റ് ടാസ്ക്. അപ്പം നമ്മൾ പറയുമല്ലോ, മെയിൻ നമ്മളാണ് ഫോക്കസ് ചെയ്യുന്നത് അതിനകത്ത്, എൻ്റെ കണ്ടന്റ് കിട്ടണം. അപ്പോൾ അന്ന് ഞാൻ പറയുകയാണ് എൻ്റെ മറ്റേ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്, എനിക്ക് പ്രണയം ഉണ്ടെന്ന് പറയുന്നു, അതൊരു ബോയ് ആണെന്ന് അവസാനം പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ചേച്ചിയൊക്കെ ഞെട്ടി അങ്ങ്. ലക്ഷ്മി ചേച്ചി അതൊരു കുലസ്ത്രീ പരിവേഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ലോ, മനസ്സിലായല്ലേ? അപ്പോഴത്തേക്കും ലക്ഷ്മി ചേച്ചി ആദ്യം അങ്ങ് ഞെട്ടി. അപ്പോഴത്തേക്കും പിന്നെ അവരൊക്കെ ജാസ്മിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന ഒരു എപ്പിസോഡ് അടിപൊളി ഒരു സാധനമായിരുന്നു. അപ്പോൾ എന്നാൽ അന്നൊരു പ്രൗഡായിരുന്നു, മനസ്സിലായി നമുക്ക്. കാരണം നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു ചേഞ്ചാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയാം കത്തുമെന്നുള്ള സാധനം അറിയായിരുന്നു. ലക്ഷ്മി ചേച്ചി എന്തെങ്കിലും അതിനുശേഷം പറഞ്ഞിരുന്നോ അശ്വിനോട്? ഇതിനുശേഷം ഇതിനെപ്പറ്റി ഒന്നും പറയാം, പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ലക്ഷ്മി ചേച്ചി പിന്നെ അങ്ങനെ കോൺടാക്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അതിനുശേഷം ഞങ്ങൾ സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ ഷൂട്ടിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ പുള്ളിക്കാരുടെ ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ബിഗ് ബോസ് സീസൺ 4 ഏതെങ്കിലും മത്സരാർത്ഥികളായിട്ട് ഇപ്പോഴും കോൺടാക്ട് ഉണ്ടോ? ഇന്ന് രാവിലെ വിളിച്ച ഒരാളുണ്ട്, ഇങ്ങോട്ട് വിളിക്കുന്ന 2 മനുഷ്യരേ ഉള്ളൂ. ആരായിരിക്കും? നവീൻ ചേട്ടനാണ്. യെസ്, നവീൻ അറിയിക്കൽ. ഏറ്റവും നല്ലൊരു പ്യുവർ ജംപ്. അതെ, കാരണം അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് സീരീസ് ഞാൻ കോളൊക്കെ കാണിച്ചു, ഇന്ന് നിങ്ങൾ രാവിലെ സംസാരിച്ചേ ഉള്ളൂ. കാരണം പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തും തങ്ങൾ നല്ല ഫ്രണ്ട്സ് ആരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ജാടയോ അങ്ങനെ, അതെ, നമ്മളുടെ കമ്പനി അടിക്കാനാലും ആ ഒരു വൈബാണ്, ഭയങ്കര വൈബാണ്, സൂപ്പർ. സംസാരിക്കുന്നത് നമ്മൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് സംസാരിക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് നമുക്ക് ഒരുമിച്ച് മറ്റേ സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഞങ്ങൾ ഒരുമിച്ചാണ്. ചേട്ടൻ പ്രശ്നം ഒരു എപ്പിസോഡിൽ ചേട്ടനാണ് ഇങ്ങോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തൊരു ഇത് തന്നത്. അപ്പം എല്ലാം സോ ഹാപ്പി. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിട്ട് എന്തെങ്കിലും കാണാനോ സംസാരിക്കുന്നതിനെ പറ്റി? ഉണ്ടായിട്ടുണ്ട്, ഈ ഇടയ്ക്ക് ക്രിക്കറ്റ് മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങളെ കണ്ടു. എനിക്ക് വേറെ പ്രശ്നമല്ല, പുള്ളിക്കാരൻ നമ്മൾ തമ്മിൽ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നുമില്ലല്ലോ. അതിന് ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഏകദേശം ഏതൊക്കെ ഒരു റിസോർട്ട് വെച്ചിട്ട് ഞങ്ങൾ കാണാൻ സംസാരിച്ചതായിരുന്നു. പക്ഷെ അല്ലാതെ വലിയ കമ്പനി ഒന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ അന്ന് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ചിലപ്പോൾ മുന്നേറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഇല്ല, കാരണം അന്ന് എന്തൊരു വാശിയായിരുന്നു. കാരണം പല ആൾക്കാരെ ശ്രദ്ധിക്കുന്ന ഒന്ന് നരേന്ദ്രമോദി, അദ്ദേഹത്തിനെ ഞാനൊരു BJP പ്രവർത്തകനോ ആ പാർട്ടിക്കാരനോ ഒന്നുമല്ല. പക്ഷേ ഞാൻ ആ ഒരു വ്യക്തി എന്നുള്ള ബേസ് ഞാൻ ഒരുപാട് നോക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് നരേന്ദ്രമോദി. അതുപോലെ തന്നെയാണ് നമ്മുടെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടും, കഷ്ടം തോന്നുന്നു. കാരണം അറ്റ്ലീസ്റ്റ് പറ്റില്ലെന്ന് പറയുന്നത് മനസ്സ് അതുപോലും പുള്ളിക്കാരെ പറയുന്നില്ല എന്നുള്ളതാണ്. ആ ആൾ എനിക്ക് വളരെ വിഷമം കൊണ്ട് പറഞ്ഞു. അപ്പം എങ്ങനെ ഇറക്കി വിടും?